തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫണ്ട് തട്ടിപ്പിൽ വ്യാപക അറസ്റ്റ്. 12 പേരെ വിജിലൻസ് പിടികൂടി. 2 കോർപ്പറേഷൻ ജീവനക്കാരും ഏജന്റന്മാരും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. MG പ്രതീഷ് തത്സമയം തിരുവനന്തപുരം പ്രൈം ടൈമിൽ ചേരുന്നു. പ്രതീഷ്, കുറച്ചധികം കാലമായി കോർപ്പറേഷനിലെ ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ വിജിലൻസിന് പരാതി കിട്ടുന്നുണ്ടായിരുന്നു. ചില പരാതികൾ കാര്യമായിട്ട് കൈക്കൂലിയൊക്കെ ആരോപണവുമായി പലരും ഉയർത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ ഇതൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? SKN 2020 മുതൽ 2022 വരെയുള്ള കാലയളവിൽ നടന്ന SC/ST ഫണ്ട് തട്ടിപ്പിലാണ് ഇപ്പോൾ വിജിലൻസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലാണ് ഇന്ന് കൂട്ട അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. 12 പേരെയാണ് വിജിലൻസ് ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് കോർപ്പറേഷനിലെ തന്നെ 2 ജീവനക്കാരും ഏജന്റുമാരും ഈ അറസ്റ്റിലായ പ്രതികളിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഇതിന് സഹായിച്ച പട്ടം സർവീസ് സഹകരണ ബാങ്ക് മാനേജറും വിജിലൻസിന്റെ പിടിയിലായിട്ടുണ്ട്. ഈ വ്യാജ രേഖകൾ ഉണ്ടാക്കിയും ഒപ്പം ഈ BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യം ഗുണഭോക്തൃ ലിസ്റ്റിൽ ഇല്ലാത്തവർക്ക് മാറ്റി നൽകിയുമായിരുന്നു ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തട്ടിപ്പ് നടത്തിയത്. ഇതിൽ കോർപ്പറേഷനിലെ തന്നെ ജീവനക്കാരും ഈ തട്ടിപ്പിൽ പങ്കാളികളായിരുന്നു. അവിടെയുള്ള രേഖകളടക്കം ഇതിനായി കോർപ്പറേഷനിലെ ജീവനക്കാർ ഉപയോഗിച്ചു എന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. നേരത്തെ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് വിജിലൻസിന് കൈമാറുകയും വിജിലൻസ് ആ കേസിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയുമായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നതാണ് വിജിലൻസും അറിയിക്കുന്നത്. SKN. താങ്ക് യു MG പ്രതീഷ്.